നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്നും അവർ മലയാളം പഠിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് പ്രശ്നത്തിലും സർക്കാർ ഭിന്നശേഷിക്കാർക്കൊപ്പമുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു. ലൈംഗികതയെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും സുരക്ഷിതമായ ഇടം വീടുകളാണെന്ന് അഡ്വക്കേറ്റ് ആൻസൺ PD അലക്സാണ്ടർ. വടക്കാഞ്ചേരി കരുമത്ര കോൺഗ്രസ് കമ്മിറ്റി സർക്കാരിന്റെ 4ാം വാർഷികം കരിദിനമായി ആചരിച്ചു. മഹിളാ കോൺഗ്രസിന്റെ കേരള സാഹസ് യാത്രയ്ക്ക് പാണഞ്ചേരി മണ്ഡലത്തിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്നും അവർ മലയാളം പഠിക്കണമെന്നും മുഖ്യമന്ത്രി. സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച സംവാദത്തിൽ പരസ്പരത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമോ എന്ന ചോദ്യത്തിനാണ് മറുപടി. മലയാളം പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന് വലിയ പരിഗണന സർക്കാർ നൽകുന്നു. അതിഥി തൊഴിലാളികളുടെ മക്കൾ സ്കൂളിൽ പോകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഓരോ സ്കൂൾ പരിധിയിലും അധ്യാപകരുടെ നേതൃത്വത്തിൽ താമസിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് സ്കൂളിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് പ്രശ്നങ്ങളിലും സർക്കാർ ഭിന്നശേഷിക്കാർക്കൊപ്പമുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സാമൂഹ്യനീതി വകുപ്പിന്റെ മുദ്രാവാക്യം തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ. ഇത് ഉറപ്പിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരുടെ ഏത് പ്രശ്നത്തിനും സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി ആർ ബിന്ദു. കേരള സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ എന്റെ കേരളം പരിപാടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിക്കാരായ ഗുണഭോക്താക്കൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യനീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കാഴ്ച പരിമിതി ഉള്ളവർക്ക് വോയിസ് എൻഹാൻസ് സ്മാർട്ട് ഫോണുകൾ നൽകുന്ന കാഴ്ച പദ്ധതി, കേൾവി പരിമിതി ഉള്ളവർക്ക് ശ്രവണ സഹായികൾ നൽകുന്ന ശ്രവൺ പദ്ധതി, ചലന പരിമിതി നേരിടുന്നവർക്ക് മുച്ചക്രവാഹനം, ഇലക്ട്രിക് വീൽചെയർ എന്നിവ നൽകുന്ന ശുഭയാത്ര പദ്ധതി, ഭിന്നശേഷിക്കാർക്കുള്ള സ്വയം തൊഴിൽ വായ്പകൾ തുടങ്ങിയവയെക്കുറിച്ച് മന്ത്രി പരാമർശിച്ചു. ഇരിങ്ങാലക്കുട കല്ലേറ്റുംകരയിൽ നിപ്മർ, തിരുവനന്തപുരത്ത് നിഷ് എന്നിവ രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് മന്ത്രി പറഞ്ഞു. ആധുനിക പരിശീലനങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെ സാമൂഹിക പുനരധിവാസം സാധ്യമാക്കുന്നതിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ പങ്കിനെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും നടപ്പിലാക്കിയ സംവരണം, പ്രചോദനം, സ്കിൽ ട്രെയിനിംഗ് പദ്ധതി എന്നിവയെക്കുറിച്ച് മന്ത്രി സംസാരിച്ചു. കേൾവി പരിമിതിയുള്ള ഭിന്നശേഷിക്കാർക്ക് 33 ഹിയറിംഗ് എയ്ഡുകളുടെ വിതരണവും തീവ്ര ഭിന്നശേഷിയുള്ള 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 20,000 രൂപ സ്ഥിര നിക്ഷേപം നൽകുന്ന ഹസ്തദാനം പദ്ധതിയുടെ ആനുകൂല്യ വിതരണവും ലോക്കോമോട്ടർ ഡിസബിലിറ്റിയുള്ള 2 പേർക്ക് സ്റ്റാറിക് സൈക്കിൾ വിതരണവും ഉൾപ്പെടെ ജില്ലയിൽ 6 ലക്ഷം രൂപയുടെ ആനുകൂല്യ വിതരണം നടത്തി. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് MV ജയഡാളി അധ്യക്ഷത വഹിച്ചു. നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടറുമായ C ചന്ദ്രബാബു, സ്റ്റേറ്റ് അഡ്വൈസർ ഓൺ ഡിസബിലിറ്റി അംഗം TA മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ K മൊയ്തീൻകുട്ടി സ്വാഗതവും സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ നന്ദിയും അറിയിച്ചു. ശാരീരികമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടും കൃത്രിമ അവയവങ്ങൾ വിതരണം ചെയ്തുകൊണ്ടും എല്ലാം മാതൃകാപരമായ നിലയിലാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഇതുപോലുള്ള പദ്ധതികൾ എല്ലാ വർഷവും നടപ്പാക്കി വരുന്നത്. കേരളത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന സുദൃഢമായ ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടി സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലയളവാണ് ഇത് എന്ന് അഭിമാനപൂർവ്വം തന്നെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായ ഏജൻസികൾ ഭിന്നശേഷി സഹോദരങ്ങളുടെ ജീവിതം കർമ്മനിരതമാക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായകരമായ വിധത്തിൽ
എന്റെ കേരളം ജനാധിപത്യ ശിശു പരിപാലനം സെമിനാർ. ലൈംഗികതയെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും സുരക്ഷിതമായ ഇടം വീടുകളെന്ന് അഡ്വക്കേറ്റ് ആൻസൺ പി.ഡി. അലക്സാണ്ടർ. വനിതാ ശിശുക്ഷേമ വകുപ്പ് സംഘടിപ്പിച്ച ജനാധിപത്യ ശിശുപരിപാലനം എന്ന വിഷയത്തിലെ സെമിനാറാണ് ശ്രദ്ധേയമായത്. കനൽ ഇന്നൊവേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി അഡ്വക്കേറ്റ് ആൻസൺ പി.ഡി. അലക്സാണ്ടർ വിഷയാവതരണം നടത്തി. കുട്ടികൾക്ക് ലൈംഗികതയും ആർത്തവത്തെയും കുറിച്ച് പഠിക്കാൻ സുരക്ഷിതമായ സ്ഥലം വീടുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കുട്ടി എങ്ങനെ വളരുന്നു എന്നതിനനുസരിച്ചാണ് സമൂഹം വളരുന്നത്. നാളത്തെ ലോകത്തിന്റെ ഭാവി കുട്ടികളുടെ കയ്യിലും കുട്ടികളുടെ ഭാവി മാതാപിതാക്കളുടെ കയ്യിലുമാണ്. ഓരോ രക്ഷകർത്താക്കൾക്കും ശിശുപരിപാലനത്തിൽ അവരവരുടേതായ പങ്കുണ്ട്. ഏറ്റവും കുറഞ്ഞത് 18 വർഷമെങ്കിലും കുട്ടികളെ പരിപാലിക്കുക എന്നതാണ് ഉദ്ദേശം. ശിശുപരിപാലനം മാതാപിതാക്കൾ ശാസ്ത്രീയമായി പഠിക്കേണ്ട ഒന്നാണ്. നല്ല മാതാപിതാക്കളാകാൻ കഴിഞ്ഞില്ലെങ്കിൽ മാതാപിതാക്കളാകാൻ നിൽക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ ജില്ലാ ഭരണകൂടവും വനിതാ ശിശു വികസന വകുപ്പും കനൽ NGOയും ചേർന്ന് സ്കൂളിൽ നടപ്പാക്കുന്ന പാരന്റ് അപ്പ് ക്യാമ്പയിൻ ജൂണിൽ ആരംഭിക്കും. 8600 രക്ഷിതാക്കൾക്ക് 100-ലധികം ക്ലാസുകളിലൂടെ പരിശീലനം നൽകും. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ മീര പി സ്വാഗതം പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് ഷൈജു KL, PTA പ്രതിനിധി ബഫീഖ് ബക്കർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരും സെമിനാറിൽ പങ്കെടുത്തു. നാളുടെ ഭാവി ഇരിക്കുന്നത് കുട്ടിയുടെ കയ്യിലും കുട്ടിയുടെ ഭാവി ഇരിക്കുന്നത് നമ്മുടെ കയ്യിലുമാണ്. ഈ ഭാവിയെ രൂപീകരിക്കുന്നതിനായി എന്ത് ആധികാരികമായിട്ടുള്ള പഠനമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അപൂർവമായിരിക്കും നമ്മളൊക്കെ എങ്ങനെ മാതാപിതാക്കളാകുന്നത്. അത് പൊതുവെ മലയാളികളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. മലയാളികൾക്ക് പ്രധാനമായിട്ടും 2 കാര്യമാണ് ജീവിതത്തിൽ ചെയ്യാറുള്ളത്: കല്യാണം കഴിക്കുക, ബാക്കിയുള്ളവരെ കല്യാണം കഴിപ്പിക്കുക. നമ്മൾ കുട്ടിയെ ഉണ്ടാക്കുന്നതോ കുട്ടിയെ പഠിപ്പിക്കുന്നതോ കുട്ടിയെ വളർത്തുന്നതോ കുട്ടിയെ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതോ എന്തിനു വേണ്ടിയാണ്? കുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ. നമ്മൾ പഠിച്ചതോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതോ ജോലിക്ക് പോകുന്നതോ എന്തിനു വേണ്ടിയാണ്? കല്യാണം കഴിക്കാൻ. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് കല്യാണമായില്ലേ, 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 കല്യാണമായില്ലേ. രണ്ടാമത്തെ ചോദ്യം കുട്ടിയായില്ലേ, 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 കുട്ടിയായില്ലേ. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ്. ഈ കുട്ടിയാവുന്ന കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്ന ചില പ്രക്രിയകൾക്ക് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ചില പഠനങ്ങൾ നമ്മൾ നടത്താറുണ്ടോ? ആള് വേണം, ഒരാളെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഗ്ലോസറിയിൽ, എൻ്റെ ഡിക്ഷണറിയിൽ അതും കൂടെ ഞാൻ ചേർക്കും. കാരണം നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ വേണ്ടുന്നതാണെന്ന് പലപ്പോഴും നമ്മൾക്ക് അറിയില്ല, കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ പല മക്കളും ഈ കാര്യങ്ങൾ അവരുടെ മാതാപിതാക്കളടുത്ത് തുറന്നു പറയുമായിരുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന കേരള സാഹസ യാത്രയ്ക്ക് പാണഞ്ചേരി മണ്ഡലത്തിൽ അത്യുജ്വല സ്വീകരണം. പട്ടിക്കാട് സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ പീച്ചി റോഡ് ജംഗ്ഷനിൽ സ്വീകരണ പന്തലിലേക്ക് തുറന്ന ജീപ്പിൽ ആനയിച്ചു. പാണഞ്ചേരി മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ അണിനിരന്നു. പീച്ചി റോഡ് ജംഗ്ഷനിൽ സ്വീകരണ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA ആയ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, മുൻ ജില്ലാ പ്രസിഡന്റ് ലീലാമ തോമസ്, ബ്ലോക്ക് പ്രസിഡന്റ് സുശീല രാജൻ, ജില്ലാ സെക്രട്ടറി ബിന്ദു ബിജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷ്, മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, ഭാസ്കരൻ ആദംകാവിൽ തുടങ്ങിയവരും സംസാരിച്ചു. സഹകരണ സർക്കിൾ യൂണിയനിൽ മത്സരിച്ച് ജയിച്ച മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സുശീല രാജനെയും ജയ്ക്രൈസ്റ്റ് കോൺവെന്റിലെ ശിങ്കാരിമേളം അവതരിപ്പിച്ച ഡിസേബിൾഡായ കുട്ടികളെയും സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ ആദരിച്ചു. പിണറായി സർക്കാരിനെതിരെയുള്ളതും LDF പഞ്ചായത്തിനെതിരെയുമുള്ള കുറ്റപത്രം ജെബി മേത്തറിന് മണ്ഡലം കമ്മിറ്റി സമർപ്പിച്ചു. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം, വിരൽ ചൂണ്ട നിർഭയത്തോടെ എന്നീ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള സാഹസിക യാത്ര നടത്തുന്നത്. നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ്, LDF സർക്കാരിനെതിരെയാണ്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത, സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുള്ള സമാധാനവും ഇവിടെ ഇല്ലാത്ത പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്നലെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഒരു ദളിത് സ്ത്രീയെ 20 മണിക്കൂറാണ് കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് പോലീസ് ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ചത് എന്നുള്ള വാർത്തകൾ വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. മനസാക്ഷിയുള്ള ഒരു മലയാളിക്കും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരിറ്റു വെള്ളം ചോദിച്ചപ്പോൾ
ശുചിമുറിയിൽ പോയി കുടിച്ചോളാൻ എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടിയാണ് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് പോലീസ് ഇപ്പോൾ പെരുമാറുന്നത്. ടാറിങ്ങിളകി കുണ്ടും കുഴിയും നിറഞ്ഞതോടെ കട്ടിംഗ് മറോട്ടിച്ചാൽ റോഡിലൂടെയുള്ള വാഹനയാത്ര ദുഷ്കരം. മഴ പെയ്തതോടെ ചെളിക്കുളമായി റോഡ്. പുത്തൂർ പഞ്ചായത്തിലെ 7-8 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കട്ടിംഗ് ചീനിവളവ് മരോട്ടിച്ചാൽ റോഡ്. നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന റോഡിന്റെ അവസ്ഥ ഇപ്പോൾ ശോചനീയമാണ്. ടാറിംഗ് ഇളകി മാറി റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ട നിലയിലാണ്. മാസങ്ങളായി റോഡ് ഇത്തരത്തിൽ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ റോഡ് ചെളിക്കുളമായി മാറി. മാന്നാമംഗലം ഹൈസ്കൂൾ, മരോട്ടിച്ചാൽ AUPS സ്കൂൾ എന്നിവിടങ്ങളിലേക്കും മറ്റ് സ്കൂളുകളിലേക്കും നിരവധി വിദ്യാർത്ഥികളും സ്കൂൾ വാഹനങ്ങളും യാത്രക്കാരും ദിനംപ്രതി ആശ്രയിക്കുന്ന റോഡാണിത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ റോഡ് ചെളിക്കുളമായതോടെ വിദ്യാർത്ഥികളുടെ യാത്ര ദുരിതമായി മാറും. റോഡിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ജില്ലാ പഞ്ചായത്തും പുത്തൂർ പഞ്ചായത്തും പരസ്പരം പഴിചാരി രക്ഷപ്പെടുമ്പോൾ ജനങ്ങൾ വെട്ടിലാകുന്നു. ഇനിയെങ്കിലും അധികാരികൾ ഇടപെട്ട് യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി 100 കോടിയിലധികം രൂപ ചിലവഴിച്ച് നടത്തുന്ന ധൂർത്തിലും ആഡംബരത്തിലും പ്രതിഷേധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സ്ക്വയറിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന കരിങ്കൊടി ഉയർത്തി. മഹാത്മാ സംഘം ഓഫീസിൽ നടന്ന പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ NM വിനീഷ്, സന്തോഷ് എറക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ എന്നിവർ സംസാരിച്ചു. CP ഔസേബ്, KC സെബാസ്റ്റ്യൻ, AR ഫൈസൽ, KS ശ്രീനിവാസൻ, AB ആഷിഖ് എന്നിവർ പങ്കെടുത്തു. ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് മാടവന, INDC മണ്ഡലം പ്രസിഡന്റ് ശ്രീ NM വിനീഷ്, ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് എറക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, KC സെബാസ്റ്റ്യൻ, CP ഔസേബ് തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് AR ഫൈസല്, ശ്രീനിവാസൻ തുടങ്ങി ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ, രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി ആഡംബരവും കോടിക്കണക്കിന് രൂപയുടെ പരസ്യവും നൽകിയാണ് അവര് രണ്ടാം സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. സംസ്ഥാനം മുഴുവൻ വെറുതെയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്ത് സ്വന്തം മുഖം പരസ്യപ്പെടുത്തുന്നതിനു വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന ഈ സർക്കാരിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനം നേരിട്ട കൊടും പ്രളയങ്ങള്, അതുപോലെ ഒട്ടനവധി ആപത്തകരമായിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ ജനങ്ങളുടെ കൂട്ടായ്മയുടെ പരിശ്രമം മാത്രമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഈ സംസ്ഥാന സർക്കാരിനെ താഴെയിറക്കുന്ന ഒരു അവസരത്തിന് വേണ്ടി കേരള ജനത കാത്തിരിക്കുകയാണ്. ആ ഒരു സമയത്തിന് വേണ്ടി നമുക്കും കാത്തിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രതിഷേധ കരിങ്കൊടി ഉയർത്തലും പ്രതിഷേധ യോഗത്തിലും പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. BJP സിറ്റി ജില്ലാ നേതൃശില്പശാല നടന്നു. ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് പങ്കെടുത്തത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, സംസ്ഥാന സമിതി അംഗം ഷോൺ ജോർജ്, സംസ്ഥാന സെൽ കോർഡിനേറ്റർ അശോകൻ കുളനട എന്നിവർ ക്ലാസ് എടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി A നാഗേഷ്, മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V ആതിര, നിജി KV തുടങ്ങിയവരും നേതൃത്വം നൽകി. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ അഭിനവിനെ ചേർത്തുപിടിച്ച് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ. മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനവ് KRനെ അഭിനന്ദിക്കാൻ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് തെക്കുംകര പഞ്ചായത്തിലെ കാര്യാടുള്ള അഭിനവിന്റെ താമസസ്ഥലത്തെത്തി. അച്ഛൻ രാജീവനും അമ്മ സജിതയും പണിക്ക് പോയിരിക്കുകയായിരുന്നു. അനുജൻ അതുൽ കൃഷ്ണയും മുത്തച്ഛനും മുത്തശ്ശിയും വീട്ടിലുണ്ടായിരുന്നു. തലപ്പള്ളി ഡെപ്യൂട്ടി തഹസിൽദാർ TP ജോസ്, മുൻ തെക്കുംകര വില്ലേജ് ഓഫീസറും ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തഹസിൽദാരുമായ സുനിൽകുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക ഷീന, മച്ചാട് ഹൈസ്കൂളിലെ മുൻ അധ്യാപകനും ദേശീയ അധ്യാപക പുരസ്കാര ജേതാവുമായ MB പ്രസാദ് മാസ്റ്റർ, സ്കൂളിലെ അധ്യാപകനായ ബിബിൻ P ജോസഫ് എന്നിവരും ഉണ്ടായിരുന്നു. തഹസിൽദാരും ഡെപ്യൂട്ടി തഹസിൽദാരും അഭിനവിനെ സ്വീറ്റ്സ് നൽകി ആദരിച്ചു.
പേര് വെളിപ്പെടുത്താൻ താൽപര്യപ്പെടാത്ത ഒരു വ്യക്തി സംഭാവനയായി നൽകിയ ഒരു തുക പ്രസാദ് മാസ്റ്റർ അഭിനവിന് ഉപഹാരമായി സമർപ്പിച്ചു. സ്വന്തമായി വീടില്ലാത്ത അഭിനവിന്റെ കുടുംബം തൊട്ടടുത്ത കാലിത്തൊഴുത്തിലാണ് താമസം. വീട് വയ്ക്കാൻ പട്ടയം അനുവദിച്ചു തരുന്നതിന് അഭിനവിന്റെ അച്ഛൻ രാജീവ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. റവന്യൂ മന്ത്രിയടക്കം അഭിനവിന്റെ കാര്യത്തിൽ പ്രത്യേക താൽപര്യമെടുത്തിരുന്നു. ജില്ലാ റവന്യൂ വകുപ്പിന്റെ പ്രതിനിധിയായാണ് താൻ അഭിനവിന്റെ താമസ സ്ഥലം സന്ദർശിച്ചതെന്നും എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു. ഒരു CA-കാരനാകാൻ ആഗ്രഹിക്കുന്ന അഭിനവ് +2 കൊമേഴ്സ് എടുത്ത് പഠിക്കാനാണ് താൽപര്യമെന്നും പറഞ്ഞു. അഭിനവിന്റെ തുടർ വിദ്യാഭ്യാസത്തിന് കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുമെന്ന് തഹസിൽദാരും പ്രസാദ് മാഷും പ്രധാന അധ്യാപികയും ബിബിൻ മാഷും വാഗ്ദാനം ചെയ്തു. താലൂക്ക് ഓഫീസിൻ്റെ അതിർത്തിയായ തെക്കും അല്ല എവിടെ സ്ഥലം എന്താ ഈ സ്ഥലത്തിന് പേര്? തെക്കുംകര. അപ്പോൾ അഭിനവ് എന്ന് പറഞ്ഞ കുട്ടി 10ാം ക്ലാസ്സിൽ ഫുൾ A+ പഠിച്ച് പാസ്സായിരിക്കുകയാണ്. അപ്പോൾ നല്ല ഒരു വിജയം എന്ന രീതിയിൽ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്ന് ഒരു അഭിനന്ദിക്കാൻ വന്നിരിക്കുകയാണ്. ടീച്ചറുണ്ട്, പിന്നെ ഇവിടെ നിന്ന് മുമ്പ് റിട്ടയർ ചെയ്ത് പോയ HM പ്രസാദ് മാഷുണ്ട്. എന്തായാലും മോൻ്റെ ഇനിയുള്ള ഉയർച്ചയിലേക്ക് എല്ലാം നമ്മൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഈ സമയത്ത് നേരുകയാണ്. പിന്നെ കുട്ടിയുടെ ജീവിത പശ്ചാത്തലമൊക്കെ നമ്മൾ നേരിൽ കണ്ട് തുടർന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായി നമുക്ക് സഹായിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ട്. അപ്പോൾ മോൻ്റെ അന്നത്തെ വാർത്ത നമ്മൾ കണ്ടു, ന്യൂസിലും കണ്ടിരുന്നു. അപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച് തുടർന്ന് കുട്ടിയുടെ പട്ടയവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും സഹായിക്കാൻ റവന്യൂ വകുപ്പിൽ നിന്ന് താലൂക്ക് ഓഫീസിൽ നിന്നും സഹായിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയുകയാണ്. അപ്പോൾ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ ഓഫീസിൽ നിന്ന് പൂർണ്ണമായും ഈ കുടുംബത്തിന് നമ്മൾ നൽകുമെന്ന് ഉറപ്പ് തരികയാണ്. നന്ദി. രാഷ്ട്രീയം മറന്ന് പാണഞ്ചേരി പഞ്ചായത്ത് പ്രതിനിധികൾ ഹൈവേ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. എത്രയും പെട്ടെന്ന് നടപടി എടുത്തില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ടോൾ പിരിവ് തടയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ പറഞ്ഞു. പ്രസിഡന്റ് PP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജലജൻ, സുബൈദ, മെമ്പർമാരായ KP ചാക്കോച്ചൻ, രേഷ്മ, സ്വപ്ന, ജയകുമാർ, ബിജോയ്, ആരിഫ, ശൈലജ, ഷീല അലക്സ്, റജീന ബാബു, ബീന പോൾ, ദീപു, അജിത എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു.
UDFന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷം ദൂർത്താണെന്ന് ആരോപിച്ചും വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്നും ആശാവർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ നടപ്പാക്കണം, വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ ഷാഹിദ് റഹ്മാൻ, NR സതീശൻ, PJ രാജു, മറ്റു നേതാക്കളായ ലോനപ്പൻ ചക്കച്ചാപ്പറമ്പിൽ, PG ജയദീപ്, മനോജ് കടമ്പാട്ട്, ബുഷറ റഷീദ്, O കൃഷ്ണൻ, ജ്യോതി ടീച്ചർ, ഇന്ദിര ശശികുമാർ, PK കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും പ്രസംഗിച്ചു. ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഏതെല്ലാം മേഖലകളിൽ ഇവർക്ക് എന്തൊക്കെ അവകാശപ്പെടാനുണ്ട്? വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും മെട്രോ റെയിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ വിമാനത്താവളവും ഒക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ്. അന്നൊക്കെ കളിയാക്കിയവർ 5000 കോടി രൂപയുടെ പദ്ധതി ചെലവിൽ 6000 കോടിയുടെ അഴിമതിയാണെന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പാഠപുസ്തകമില്ലാത്ത സ്ഥിതിക്ക് ശേഷം സ്കൂൾ കൂട്ടുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മെയ് 20 പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം പാണഞ്ചേരി UDF കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പള്ളിക്കണ്ടം രാജീവ് ഗാന്ധി സ്തൂപത്തിലെ കൊടിമരത്തിൽ കറുത്ത കൊടി ഉയർത്തി കരിദിനം ആചരിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. സർക്കാരില്ലായ്മയുടെ കൊള്ള 4ാം വാർഷികം ആഘോഷിക്കാൻ കോടികൾ മുടക്കുമ്പോൾ ജനങ്ങൾ വിലക്കയറ്റവും ദൂർത്തും കാരണം പൊറുതിമുട്ടി വലയുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KC അഭിലാഷ് പറഞ്ഞു. KPCC മെമ്പർ ലീലാമ തോമസ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, CS ശ്രീജു, KP എൽദോസ്, ബാബു പാണങ്കുടി, AC മത്തായി, ജോസ് മൈനാട്ടിൽ, ജോജോ കണ്ണാറ, പ്രതീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അതുപോലെ തന്നെ ലീലാമ ടീച്ചർ, ബാബു ചേട്ടൻ, എൽദോസ്, പ്രിയപ്പെട്ട ശ്രീജു, ജോജോ, ബാബു പാണങ്കുടിയിൽ, ശ്രീ ജോസ് മൈനാട്ടിലും മത്തായി ചേട്ടൻ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പ്രതീക്ഷ ഉൾപ്പെടെ ഉള്ള പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് 9 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 9 വർഷം പിന്നിടുമ്പോൾ അവരുടെ 4ാം വാർഷികം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം 100 കോടി രൂപ ചെലവഴിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച് ആഘോഷിക്കുവാൻ തീരുമാനമെടുത്ത് ആഘോഷങ്ങളുമായി കടന്നു പോവുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് UDF ഇന്ന് കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ, കേരളത്തിലെ മുഴുവൻ ഇലക്ഷൻ ബൂത്തുകളിൽ ഇന്ന് കരിദിനം ആചരിച്ചുകൊണ്ട് കറുത്ത തുണി ഉയർത്തിക്കൊണ്ട്, കറുത്ത കൊടി ഉയർത്തിക്കൊണ്ട് കരിദിനം ആചരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ദൂരെ എങ്ങോട്ടും പോകണ്ട. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എടുത്ത് പരിശോധിച്ചാൽ ആ ഗ്രാമപഞ്ചായത്തിന് മുമ്പിലുള്ള കല്യാണ മണ്ഡപം കഴിഞ്ഞ 9 വർഷമായി ഈ പഞ്ചായത്തിൽ സ്മാരകമായി നിലകൊള്ളുന്നു. ഒല്ലൂർ നിയോജകമണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക്, കണ്ണാറയിലെ ബനാന പാർക്ക്, അതുപോലെ തന്നെ PG ഡാം ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ എടുത്തു പറയാൻ കഴിയും. സ്മാരകങ്ങളായി യാതൊരു വികസനവും നടത്താൻ കഴിയാതെ, സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ലാതെ കേരളത്തിലെ മുഴുവൻ വികസന പദ്ധതികളും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അനാവശ്യമായി 100 കോടി രൂപ ചെലവഴിച്ച് യാതൊന്നുമില്ലാത്ത ഒരു ഗവൺമെൻറ് ഊതിവീർപ്പിച്ച ബലൂൺ പോലെ കേരളത്തിൽ തങ്ങളുടെ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. ഇതിനെതിരെയാണ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഈ ദിവസങ്ങളിൽ കരിദിനം ആചരിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്നത്. ഈ കരിദിനത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലയിൽ യെല്ലോ അലേർട്ട്. മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തെക്കുപടിഞ്ഞാറൻ ഉൾക്കടലിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു.
തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9445225992. വാർത്തകളിലേക്ക് വീണ്ടും. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം. മദ്രസ അധ്യാപകന് 5 വർഷം കഠിന തടവും പിഴയും. ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 17 സാക്ഷികളെയും 28 രേഖകളും 7 തൊണ്ടി വസ്തുക്കളും പ്രതിഭാഗത്തു നിന്ന് 3 സാക്ഷികളെയും ഹാജരാക്കി തെളിവ് നൽകി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. തെക്കുംകര സ്വദേശി തൊയ് ഫർഹാൻ എന്ന 25-കാരനെയാണ് കോടതി ശിക്ഷിച്ചത്. നിയമപ്രകാരം 5 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയും, പിഴയൊടുക്കാതിരുന്നാൽ 3 മാസത്തെ കഠിന തടവിനുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ മണ്ണുത്തി സ്വദേശി കേളങ്ങത്ത് ജിഷ്ണു കാപ്പ പ്രകാരം അറസ്റ്റിലായി. മണ്ണുത്തി സ്റ്റേഷനിൽ 2 കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ ജിഷ്ണു 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഒരു ക്രിമിനൽ കേസിൽ ജാമ്യം കിട്ടിയിറങ്ങിയപ്പോഴാണ് കാപ്പ നിയമപ്രകാരം മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 ലക്ഷം രൂപയുടെ മെഷീനറി പാർട്സുകൾ മോഷ്ടിച്ച കേസിൽ 3 പേർ റിമാൻഡിലേക്ക്. അഷ്ടമിച്ചിറ കോൾക്കുന്ന് ഗോഡൌണിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ മെഷീനറി പാർട്സുകൾ മോഷ്ടിച്ച സംഭവത്തിനാണ് കോൾക്കുന്ന് സ്വദേശി ശ്രീചന്ദ്, സജയൻ, ഗിരീഷ് എന്നിവരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. മാള പോലീസ് സ്റ്റേഷനിൽ 4ഓളം അടിപിടി കേസുകളിൽ പ്രതികളാണ്. മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KR സുധാകരൻ, OP അനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ, ദിബീഷ്, ജിജി, ശ്യാം തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ബന്ധു റിമാൻഡിലേക്ക്. ഏങ്ങണ്ടിയൂർ മണപ്പാട് സ്വദേശി മോങ്ങാടി രാജേഷിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരിയുടെ പാപ്പന്റെ മകനാണ് രാകേഷ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലും സ്ത്രീധന പീഡന കേസിലും പ്രതിയാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷിജു, സബ് ഇൻസ്പെക്ടർമാരായ തോമസ്, റാഫി, SCPO രാജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നൃത്താധ്യാപികയായ യുവതിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിന് യുവാവ് റിമാൻഡിലേക്ക്. അധ്യാപികയെ ആക്രമിച്ച് മാനഹാനി വരുത്താൻ ശ്രമിച്ച സംഭവത്തിനാണ് മാള കുരുവിലശ്ശേരി സ്വദേശി ബൈജുവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KR സുധാകരനും സംഘവുമാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. കുടുംബമായി താമസിക്കുന്ന മേത്തല വില്ലേജ് കണ്ടംകുളം ദേശം വേദവ്യാസ നഗറിൽ വെച്ച് പരാതിക്കാരി ജോലിക്ക് പോകുന്നതിന്റെയും പ്രതിയുടെ ജോലി സ്ഥലത്ത് നിന്ന് ഫോൺ വിളിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നുണ പറഞ്ഞതിലുമുള്ള വൈരാഗ്യത്താൽ നിലവിളക്ക് കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് FIR. ഗുരുതരമായി പരിക്കേറ്റ പരാതിക്കാരി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. ഈ കേസിലെ പ്രതി മേത്തല സ്വദേശി പുതിയടത്ത് വീട്ടിൽ പ്രബീഷിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രബീഷ് അടിപിടി കേസിലും പൊതുസ്ഥലത്ത് സ്ത്രീകളുടെ അന്തസ് ഹനിക്കുന്ന തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകൾ കാണിച്ച കേസിലും പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സലീം K, കശ്യപൻ, SCPമാരായ ജിജിൻ ജെയിംസ്, ധനേഷ്, CPO വിഷ്ണു എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ബസ് കണ്ടക്ടറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ 3 പ്രതികൾ റിമാൻഡിൽ. കാറളം സ്വദേശികളായ സേതു, ബബീഷ്, സബിൽ എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സബിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ മറ്റു കേസുകളിലും പ്രതികളാണ്. ലഹരിക്കടിമപ്പെട്ട് പൊതുജന ശല്യമുണ്ടാക്കിയ കേസിലും പ്രതിയാണ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബാബു ജോർജ്, തോമസ്, രമേശ്, ASI മിനി, SCPO നിബിൻ, CPOമാരായ കിരൺ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്നും അവർ മലയാളം പഠിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് പ്രശ്നത്തിലും സർക്കാർ ഭിന്നശേഷിക്കാർക്കൊപ്പമുണ്ടെന്ന് മന്ത്രി R. ബിന്ദു. ലൈംഗികതയെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും സുരക്ഷിതമായ ഇടം വീടുകളാണെന്ന് അഡ്വക്കേറ്റ് ആൻസൺ PD അലക്സാണ്ടർ.
വടക്കാഞ്ചേരി കരുമത്ര കോൺഗ്രസ് കമ്മിറ്റി സർക്കാരിന്റെ 4ാം വാർഷികം കരിദിനമായി ആചരിച്ചു. മഹിളാ കോൺഗ്രസിന്റെ കേരള സാഹസ് യാത്രയ്ക്ക് പാണഞ്ചേരി മണ്ഡലത്തിൽ സ്വീകരണം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.